വെൽക്കം ടു എജുസോൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻസും ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 268 ഇൻറ്റു 539 ഇൻറ്റു 826 ഇൻറ്റു 102 എന്നീ സംഖ്യകളുടെ ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏത്? അതായത് ഈ സംഖ്യകൾ ഗുണിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ഗുണനഫലം കിട്ടും അല്ലേ? ആ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ നമുക്ക് ഏതൊക്കെ സംഖ്യകൾ തന്നിട്ടുണ്ടോ ആ സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകൾ എടുക്കാം. ഓക്കെ, ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകൾ എടുക്കാം. അത് ഏതൊക്കെയാണ് വരുന്നത്? 8 ഉണ്ട്, പിന്നെ 9, 6, 2. ഓക്കെ, എന്നിട്ട് ഈ ഒറ്റയുടെ സ്ഥാനത്ത് ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകളുടെ എന്ത് കാണാം? ഗുണനഫലം കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് 8 ഇൻറ്റു 9 എത്ര വരാ? 72 അല്ലേ? 72 ഇൻറ്റു 6 ചെയ്യാം. എത്ര വരുന്നത്? 6 2 12, 7 6 42 അല്ലേ? 43. ഓക്കെ, 432 ഇൻറ്റു എന്ത് ചെയ്യാം? 2. ഈ ഉള്ള 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 2 4 കിട്ടി, പിന്നെ 3 2 6, 4 2 8. എത്ര കിട്ടത്? 864 ആണ്. എന്നിട്ട് ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ്? 4 അല്ലേ? ഓക്കെ, അപ്പോൾ ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള നമ്പർ ഏതായിരിക്കും? 4 ആയിരിക്കും. ഓപ്ഷൻ ഉണ്ടോ ഇതിൽ? ഉണ്ടല്ലേ? ഏതാണ്? സി. ക്ലിയർ ആണ്? ഓക്കെ, എന്നാൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്താണ്? ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക, അതായത് ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകൾ, അവയുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2. ഓക്കെ, n എന്ന് പറയുന്നത് എത്ര എണ്ണൽ സംഖ്യകളാണോ, അതായത് ആ നമ്പർ ആണ് നമ്മൾ എന്ത് വെച്ച് കൊടുക്കേണ്ടത്? n. ഇവിടെ എത്രയാ പറഞ്ഞിട്ടുള്ളത്? 30 ആണല്ലേ? അപ്പോൾ 30 എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഇൻറ്റു, ഇനി n പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ അർത്ഥം വെക്കുന്നത്? 30 അല്ലേ നമ്മൾ n? 30 പ്ലസ് 1, അപ്പം എത്രയാ വരിക? 31. ഓക്കെ, 30 ഇൻറ്റു 31 ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആണോ? നമുക്ക് ഇതിൽ 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റിയ ആരെങ്കിലൊക്കെ ഉണ്ടോ നോക്കാം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യും. അപ്പോൾ 2ഉം എത്രയും 30നെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം നോക്കിയാൽ എത്രയാണ് വരുന്നത്? ഒരു 2 എത്ര പോകുന്നത്? ഒരു 2 2 അല്ലേ? പിന്നെ എത്ര വരും? 2 10, അപ്പോൾ 15 വരും. അപ്പോൾ 15 ഇൻറ്റു എന്ത് ചെയ്തു നോക്കാം? 31 ചെയ്ത് നോക്കുമ്പോൾ 1 5 5, 1 1 1 15, 1 1 3 3 1 4. എത്ര കിട്ടി? 5 6 4. എത്ര കിട്ടിയത്? 465 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഓപ്ഷനിലുണ്ടോ? അത് ഉണ്ടല്ലേ? ഏതാണ്? ഓപ്ഷൻ ഡി, 465. നമ്മളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ ആകെ തുകയും ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ആകെ തുകയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ ആകെ തുകയും അതേപോലെ തന്നെ ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ആകെ തുകയും തമ്മിലുണ്ടാവുന്ന വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ? ഒറ്റ സംഖ്യ തന്നിട്ടുണ്ട്, ഇരട്ട സംഖ്യ തന്നിട്ടുണ്ട്. ഇവരുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒറ്റ സംഖ്യകളുടെ തുകയും കണ്ടുപിടിക്കുക, ഇരട്ട സംഖ്യകളുടെ തുകയും കണ്ടുപിടിക്കുക. എന്നിട്ട് അവരുടെ വ്യത്യാസം കാണാൻ നമ്മൾ എന്താ ചെയ്യുക? മൈനസ് ചെയ്യും അല്ലെ? അവ തമ്മിൽ മൈനസ് ചെയ്യുക. അത്രയാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. ചെയ്ത് നോക്കാം അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് എന്താ? ഒറ്റ സംഖ്യകളുടെ നോക്കാം. ഒറ്റ സംഖ്യകളുടെ നോക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n² ആയിരുന്നു അല്ലെ? അപ്പൊ n² എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറഞ്ഞത്? ആദ്യത്തെ 100 ഒറ്റ സംഖ്യകൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ n എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 അല്ലെ? അപ്പൊ 100ന്റെ സ്ക്വയർ എന്താണ്? 2 0 അധികം ഇട്ട് കൊടുക്കുക അല്ലെ? 10000 കിട്ടി. അടുത്തത് ഏതാ വരുന്നത്? ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ആകെ തുക. ഇതിപ്പോ നമ്മൾ കണ്ടുപിടിച്ചത് ഏതാണ്? ഒറ്റ സംഖ്യയുടേതാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇരട്ട സംഖ്യയുടേതാണ് അല്ലെ? ഇരട്ട സംഖ്യയുടെ ഇക്വേഷൻ എന്തായിരുന്നു? n ഇൻറ്റു n പ്ലസ് 1 ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെയും n എന്ന് പറയുന്നത് എത്ര തന്നെയാ? എത്ര ഇരട്ട സംഖ്യ എന്നാ പറഞ്ഞത്? 100 ഇരട്ട സംഖ്യ എന്നാണ് പറഞ്ഞത്. അപ്പൊ n എത്ര തന്നെയാണ്? 100 ആണ് അല്ലെ? അപ്പൊ 100 ഇൻറ്റു, ഇനി n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 100 പ്ലസ് 1, അതായത് എത്ര വരും? 101. അപ്പൊ 100 ഇൻറ്റു 101. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാ വരുന്നത്? 1 0 1 0 0. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്ന് എന്ത് ചെയ്താ?
ചെയ്താൽ മതി, ഇതിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി അല്ലേ. നമുക്ക് നോക്കാം 10100 മൈനസ് എത്രയാ വരിക? ഇത് നമുക്ക് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 അല്ലേ കിട്ടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ 100 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഏതാ? ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? അടുത്തത് ഏതാ? നാലാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 12 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്ര? അതായത് ആദ്യത്തെ 12 എണ്ണൽ സംഖ്യകളുടെ എന്തിന്റെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്? വർഗങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n × n+1 2n+1 ബൈ എന്തായിരുന്നു? 6 ആയിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ n എന്ന് പറയുന്നത് എത്രയാ പറഞ്ഞത്? 12 എണ്ണൽ സംഖ്യകൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ 12 × 12 + 1 പിന്നെ 2 × n എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 12 + 1 ഓൾ ഡിവൈഡഡ് ബൈ 6. ക്ലിയർ ആണോ? എന്താ ഇവിടെ എന്നിന് പകരം നമ്മൾ ആരെ കൊടുക്കാണ്? 12നെ കൊടുക്കാണ്. എന്നിട്ട് നമ്മൾ നേരിട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 12 × 12 + 1 എന്ന് പറയുന്നത് എത്രയാ വരിക? 13. ഓക്കെ, 13 × 2 × 12 എന്ന് പറയുന്നത് 24 അല്ലേ. 24ന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 6. ഓക്കെ ആണോ? എന്നിട്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യുക? കട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ കട്ട് ചെയ്ത് പോക്കുക, അതായത് ചെറുതാക്കുക. എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാം അല്ലേ. അപ്പൊ 6നെ 12 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ. എത്ര 6 12 2 12. പിന്നെ 2നെ നമുക്ക് ആരെ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം? 25നെ കൊണ്ട്. 25 × 2 നമുക്ക് എത്ര കിട്ടി? 50 എന്ന് കിട്ടി. ഓക്കെ, 50 × ആര് ചെയ്താൽ മതി? 13ന് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 13 × 5. 50നെ 0 ഒഴിവാക്കി ചെയ്യാണ് കേട്ടോ. 3 5 15 ഇഷ്ടം 1 5 5 1 6 65 കിട്ടി. പിന്നെ നമ്മൾ ഒഴിവാക്കി ആ 0 ആഡ് ചെയ്ത് കൊടുക്കുക. 650. അപ്പം എത്ര കിട്ടുന്നത്? 650. നമ്മൾ ഓപ്ഷനിലുണ്ടോ ആ ഒരു ആൻസർ? ഉണ്ട്. ഏതാണോ? ഓപ്ഷൻ എ, 650. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോമൻ സംഖ്യാ സമ്പ്രദായത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കാം അല്ലെ. എന്താണ്? 93നെ റോമൻ സംഖ്യാ രൂപത്തിലേക്ക് എഴുതുക. അതായത് 93 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിനെ നമ്മൾ എന്തിലേക്ക് മാറ്റി എഴുതാം? ഒരു റോമൻ സംഖ്യാ രൂപത്തിലേക്ക് മാറ്റി എഴുതാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് എന്താണ്? 3 വരുന്നുണ്ട്. അപ്പൊ 3നെ നമുക്ക് ഡിനോട്ട് ചെയ്യേണ്ടി വരും. അതേപോലെ 10നെയും 100നെയും, അതായത് 100ന്റെ താഴെയാണല്ലോ, അപ്പൊ 100നെയും നമ്മൾ എടുക്കാം. നോക്കാം എങ്ങനെയാ ചെയ്യാന്നുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എങ്ങനെയാ ഡിനോട്ട് ചെയ്യാറുണ്ടായിരുന്നത്? 3 നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഇതാണ് 3 അല്ലെ. 3നെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അതായത് എന്താണ്? ഐ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അത് 2 ഇട്ട് കൊടുക്കും അല്ലെ. ഇനി തേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഐനെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കും. അതായത് 3 തവണ ഐ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ വരുന്നത്? 3 എന്നുള്ള ആൻസർ കിട്ടും. ക്ലിയർ ആണോ? അടുത്തത് നമുക്ക് വേണ്ടത് ഏതാണ്? എക്സ് അല്ലെ. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ഏത് സ്റ്റാൻഡേർഡിനെയാണ് ഡിനോട്ട് ചെയ്യാറ്? 10ാം ക്ലാസ് അല്ലെ. അപ്പൊ 10 എന്ന് പറയുന്നത് എക്സ് ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് തന്നത് ഇവിടെ ക്വസ്റ്റ്യനിലുള്ള ഏതാ? സി ഉണ്ട് അല്ലെ. സി നോക്കാം. സി എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? 100നെയാണ്. അപ്പൊ തൽക്കാലം നമുക്ക് ഇത്ര ആൾക്കാരെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമുള്ളത്. ഓക്കെ, അപ്പൊ നോക്കുന്ന സമയത്ത് 93 ആണ്. ഡയറക്റ്റ് എഴുതാൻ നമ്മൾ എടുത്തില്ല. അപ്പൊ 100ൽ നിന്ന് നമ്മൾ ആരെ കുറച്ചാൽ? 10 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 90 കിട്ടുമല്ലോ ഇല്ലേ. അതിനോട് പിന്നെ ആരെ കൂട്ടിയാൽ മതി? 3 കൂട്ടിയാൽ മതി. അതായത് 100ൽ നിന്ന് നമ്മൾ ആരെ കുറയ്ക്കണം? 10നെ കുറച്ചിട്ട് ആരെ കൂട്ടണം? 3നെ കൂട്ടുകയാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, ഈ ഒരു സംഭവം നമുക്ക് എന്തിൽ ചെയ്യണം? 100 എന്ന് പറയുന്നത് ആരാണ്? സി. ക്ലിയർ ആണോ? സി നമ്മൾ എഴുതി. 100 എന്ന് പറഞ്ഞ ആളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ സി എന്ന് പറയുന്നത് എന്താണ്? 100 ആണ്. ഇനി അതിനോട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്രയിനാ കുറയ്ക്കേണ്ടത്? 10നെയാണ് കുറയ്ക്കേണ്ടത്. 10നെ കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് അത് എഴുതേണ്ടത്? ഇവിടേക്ക് പോകും തോറും അതിന്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഇടുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? അഡീഷൻ ആണ്, കൂട്ടുക എന്നുള്ളതാണ്. കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എവിടെ എഴുതണ്ടേ? ബാക്കിലാണ് അല്ലെ. നമ്മളിപ്പോ 10th എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. 9th എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയല്ലേ ഒരു വര ഇട്ട് കൊടുക്കാറുള്ളത് അല്ലെ. ഇനിയിപ്പോ +1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നുകൂടെ ഇട്ട് കൊടുക്കും. 10 കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ +1 11 എന്നുള്ള മീനിങ് വരും. അപ്പൊ മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് കൂട്ടുക എന്നുള്ളതും ബാക്കിൽ എഴുതുന്ന സമയത്ത് അതെന്താണ്? കുറയ്ക്കുക എന്നുള്ളതുമാണ് മീനിങ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനില് നമുക്ക് സി എന്ന് പറയുന്നത് 100 പറഞ്ഞു. 100ന് നമുക്കിനി എത്രയാണ് കുറയ്ക്കാനുള്ളത്? 10 ആണ് കുറയ്ക്കാനുള്ളത്. അപ്പൊ നമ്മൾ 10നെ നമ്മൾ എവിടെ എഴുതേണ്ടത്? മുന്നിലാണോ ബാക്കിലാണോ എഴുതേണ്ടത്? ബാക്കിലാണല്ലേ. അപ്പൊ ബാക്കിൽ നമ്മൾ 10 എഴുതി. ഓക്കെ, ഇനി അതിനോട് നമ്മൾ എന്താ കൂട്ടാനുള്ളത്? 3 ആണ് കൂട്ടാനുള്ളത്. അപ്പൊ 3 കൂട്ടുക എന്നുള്ളതുകൊണ്ട് നമ്മൾ എവിടെ എഴുതേണ്ടത്? ഫ്രണ്ടിൽ. അപ്പൊ 1 2 3 ഈ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടോ? എക്സ് സി 1 2 3 ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ എ.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു തുക കാണുന്ന ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എന്താണ് നമുക്ക് തന്നിട്ടുണ്ട് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 9 ക്യൂബ്. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ എന്താ തന്നത്? എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകൾ. അതിന്റെ എന്താണ് പ്ലസ് ആണ് ഉള്ളിൽ ഇട്ടിരിക്കുന്നത്. അതായത് എന്താ കണ്ടുപിടിക്കുന്നത്? അവിടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ തുക കാണുക എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതിന് പകരം എന്താ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 9 ക്യൂബ് വരെ അങ്ങനെയായിട്ട് നമുക്ക് തന്നതാണ് അല്ലേ. അപ്പൊ ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അവയുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? n ഇൻറ്റു n പ്ലസ് 1/2 ഓൾ സ്ക്വയർ അല്ലേ. അതായത് n ഇൻറ്റു n പ്ലസ് 1/2 നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്. എന്താണത് സംഭവം? എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു n ഇൻറ്റു n പ്ലസ് 1/2 അല്ലേ. അതിന്റെ എല്ലാത്തിന്റെയും കൂടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, അതായത് ആ എണ്ണൽ സംഖ്യകളുടെ തുകയുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരുടേത് കിട്ടും? എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുക കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ n ഇൻറ്റു n പ്ലസ് 1/2 എന്ന് തന്നിട്ടുണ്ട്. അതായത് 1 മുതൽ 9 വരെയാണ് നമുക്ക് തന്നത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? എത്ര നമ്പേഴ്സ് ആണ് അവിടെ ഉണ്ടാവുക? 1 മുതൽ 9 വരെ അറിയുമ്പോൾ 9 ആയിരിക്കും അല്ലേ. അപ്പോൾ 9 ഇൻറ്റു 9 പ്ലസ് 1 ബൈ എത്ര വരും? 2. ഓക്കെ, അപ്പോൾ 9 ഇൻറ്റു 9 പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 10/2. ഓക്കെ, അപ്പോൾ 90/2 എന്ന് നമുക്ക് കിട്ടും അല്ലേ. 90/2 എന്ന് പറയുമ്പോൾ 90ന്റെ പകുതി എത്രയാ? 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 45 കിട്ടും. അത് നമുക്ക് ഏത് മാത്രമേ കിട്ടിയുള്ളൂ? n ഇൻറ്റു n പ്ലസ് 1. ഇത് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ആരെ എടുത്തിട്ടില്ല? സ്ക്വയറിനെ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ n ഇൻറ്റു n പ്ലസ് 1/2 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ് ഇത് 45 എന്ന് പറയുന്നത്. അയാളെ പോരാ, ഇതിപ്പോൾ ആരായിട്ടേ ഉള്ളൂ? എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടത് എന്താ? എണ്ണൽ സംഖ്യകളുടെ ക്യൂബിന്റെ തുകയാണ്. അപ്പൊ ഇനി ഇയാളുടെ സ്ക്വയർ കണ്ടുപിടിക്കാം. 45ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. എത്രയാ വരുന്നത്? 2025. എന്നാൽ നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? a is equal to 1 square plus 2 square plus 3 square plus 4 square plus 5 square plus 6 square all divided by 6. Okay, then b is equal to 1 square plus 3 square plus 5 square all divided by 3. Then c is equal to 2 square plus 4 square plus 6 square all divided by 3. എന്നിവയിൽ ഏറ്റവും വലിയ സംഖ്യ, അതായത് ഈ a b c ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്? 1 2 3 4 5 6. ഓക്കെ, അതെന്താണ്? ഒരു എണ്ണൽ സംഖ്യ എന്ന് മനസ്സിലായി. ഇനി അതേപോലെ തന്നെ 1 3 5 അതെന്താണ്? ഒരു ഒറ്റ സംഖ്യ എന്നും മനസ്സിലായി. പിന്നെ എന്താണ്? 2 4 6 അതെന്താണ്? ഒരു ഇരട്ട സംഖ്യ എന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ, പക്ഷെ നമുക്ക് ആദ്യത്തെ കേസിൽ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ. അതല്ലേ ഇവിടെ കണ്ടുപിടിക്കുന്നത് അല്ലേ. വർഗങ്ങളുടെ തുകയല്ലേ വന്നത്? ഏത് മുതൽ? 1 മുതൽ 6 വരെ അല്ലേ. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ a കണ്ടുപിടിക്കാൻ കേട്ടോ. a is equal to എന്താണ്? എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 2n പ്ലസ് 1/6 ആണ്. ഓക്കെ, അപ്പൊ a നമ്മൾ ആദ്യം ചെയ്ത് നോക്കാം, പിന്നെ b ചെയ്യുക, പിന്നെ c ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ആൻസറിലേക്ക് വരാം കേട്ടോ. അപ്പൊ a നമുക്ക് കൊടുക്കുമ്പോൾ n ഇൻറ്റു n പ്ലസ് 1 2n പ്ലസ് 1/6 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? എത്ര എണ്ണം വരുന്നുണ്ട്? 1 2 3 4 5 6 ആൾക്കാരല്ലേ വരുന്നത്. അപ്പൊ n എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് അല്ലേ. ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 6 പ്ലസ് 1 എത്രയാ വരിക? 7. ഓക്കെ, ഞാൻ ഡയറക്റ്റ് എഴുതി പോവാണേ. ഇൻറ്റു 7. പിന്നെ 2n പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഈ 2 ഇൻറ്റു എന്നിന് പകരം ഇവിടെ ആരാ വരിക? 6. 2 ഇൻറ്റു 6 എത്രയാ വരുന്നത്? 12 പ്ലസ് 1 എത്രയാ വരിക? 13. ഓക്കെ, അപ്പോൾ 13 ഡിവൈഡഡ് ബൈ എന്ത് കൊടുത്തു? 6 കൊടുത്തു. ക്ലിയർ ആണോ? ഓക്കെ, ഇത് നമ്മളുടെ എന്തിന്റെ ഇക്വേഷൻ ആണ്? എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ മുകളിലുള്ള ആളെ മാത്രമാണ് കിട്ടിയത്. പക്ഷെ താഴത്തെ ആളെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ല. ഈ 6 എന്ന് പറയുന്നത് എന്തിന്റെ 6 ആണ്? നമ്മളുടെ ഈ ഒരു ഇക്വേഷന്റെ 6 ആണ്, അല്ലാതെ ഇവിടെ തന്നിട്ടുള്ള 6 അല്ല. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ 6 കൊടുക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 6നെ നമുക്ക് മുകളിലേക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ എഴുതുന്ന സമയത്ത് എന്ത് വരും? ഈക്വൽ ടു 6 ഇൻറ്റു 7 ഇൻറ്റു 13 ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള 6 ഇൻറ്റു ഈ മുകളിലേക്ക് വന്ന ഇവിടെ നിന്നുള്ള ഈ 6 ഇങ്ങോട്ട് വന്നാൽ എന്തായി? ഇൻറ്റു 6 ആയി. ഓക്കെ, ഈ 6ഉം ഈ 6ഉം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് ആരാണ്? 7 ഇൻറ്റു 13 ഡിവൈഡഡ് ബൈ ആരാണ്?
6 ആണ് ഇനി ബാക്കിയുള്ളൂ അല്ലേ. അപ്പൊ 7 × 30 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 21 91 അല്ലേ. 91 ഡിവൈഡഡ് ബൈ 6 കിട്ടും. അപ്പൊ 91നെ നമുക്ക് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, 1 6 6 7 8 9 3 വന്നല്ലേ. 12 3.4. ഓക്കെ, 5 6 30, പിന്നെ ശിഷ്ടം പോയിന്റ് ഇവിടെ വരും 10. 1 6 6. ഓക്കെ, 15.1 അങ്ങനെ പോവും. 15.1 ഏകദേശം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ബി എന്ന് പറഞ്ഞ ആളെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. പ്ലസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 9. ഓക്കെ, ദെൻ 5 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 25. ഓൾ ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം? എത്രയാണ് തന്നിട്ടുള്ളത്? 3 ആണ്. ഇതിന് ഇക്വേഷൻ്റെ ആവശ്യമില്ല, നമ്മൾ 3 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എഴുതി പോവാം കേട്ടോ. അപ്പോൾ 1 + 9 നമുക്ക് എത്ര കിട്ടി? 10 കിട്ടി. 10 + 25 എന്ന് പറയുമ്പോൾ 35 ആയി. ദെൻ 35 ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1 3 3 അല്ലേ. 1 3 3 കിട്ടും. പിന്നെ 11 പോയിന്റ് 2 ബാക്കി വരുമ്പോൾ 6 3 18 11.6 അങ്ങനെ പോവും. 11.6 എന്ന് പറഞ്ഞിട്ട് പോവും. ഇനി അടുത്തത് ഏതാണ്? സി ആണ്. സിയും ഇതുപോലെ തന്നെ എഴുതാം. സിയിൽ എങ്ങനെയാ? 2 സ്ക്വയർ അല്ലേ. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ? 4 പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ? 16 പ്ലസ് 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 36. ഓൾ ഡിവൈഡഡ് ബൈ എത്രയാണ് കൊടുക്കേണ്ടത്? 3 ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇവരെ തമ്മിൽ ആഡ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 4 + 16 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 20. 4നോട് 16 കൂട്ടുമ്പോൾ 20 വരും. 20 + 36 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 56 വന്നു. ഓക്കെ, ദാറ്റ് ഈസ് 56 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, എന്നിട്ട് നമ്മൾ 56നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 3 3 കിട്ടി. 2 ശിഷ്ടം 6 അല്ലേ. 6 3 3 9 4 3 12 8 3 24 കിട്ടും. പിന്നെ 2 ബാക്കി വന്നു. അപ്പോൾ പോയിന്റ് വരും അല്ലേ. ദെൻ 0 കൊടുക്കുക. അപ്പോൾ എത്ര പോകുന്നത്? എത്ര തവണ പോകുന്നുണ്ട്? 6 3 18 അല്ലേ. പിന്നെ ഇങ്ങനെ തന്നെ പോകുന്നുണ്ട്. 6 6 6 അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കൊടുക്കാം? 18.6 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാ? 15.1 ആണ്. ബി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാ? 11.6 ആണ്. സി ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാ? 18.6 ആണ്. അപ്പോൾ ഇതിൽ ആരാ വലുത്? എ ആണോ ബി ആണോ സി ആണോ? ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരാണ്? സി ആണ് വലുത് വരുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? സി. ഇതോടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത് നിശേഷഹരണത്തിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അതേപോലെ തുകകളുടെ ഇക്വേഷൻ വെച്ചിട്ടുള്ള കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ മുഖവില, സ്ഥാനവില ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നമുക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാവുന്നതാണ്.